ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ ഒരു പരമ്പരാഗത വിഭവമായ പിടിയും വറുത്തരച്ച കോഴിക്കറിയുമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതും മലബാറിലെ കോഴിപ്പിടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പല നാടുകളിലും പല രീതിയിലാണ് പിടിയും കോഴിക്കറിയും തയ്യാറാക്കുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പിടിയും വറുത്തരച്ച കോഴിക്കറിയുമാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. 6 കപ്പ് അരിപ്പൊടി, പുട്ടിൻ്റെ പരുവത്തിന് പൊടിച്ച തരിയുള്ള അരിപ്പൊടിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വറുത്ത അരിപ്പൊടിയെക്കാട്ടിലും നല്ലത് പച്ചപ്പൊടി തന്നെ എടുക്കുന്നതാണ്. വറുത്ത അരിപ്പൊടിയും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് 4 കപ്പ് തിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിരുവിയ തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, നിർബന്ധമില്ല. ഇത് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുക. തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുകയാണ്. ഞാനിവിടെ അത് ചെയ്തില്ല. അപ്പോൾ ഇത് മൂടി 1 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ മൂടി വെച്ചിരുന്ന അരിപ്പൊടി 2 പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്, വറുത്തെടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെള്ളമൊക്കെ വലിഞ്ഞ് നിറം മാറി തുടങ്ങുന്നൊരു പരുവം വരെ നന്നായിട്ട് വറുത്തെടുക്കാം. അതായത് അരിപ്പൊടി വറുക്കുമ്പോൾ ഉള്ള നല്ലൊരു വാസന വരുമല്ലോ, തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും നല്ലൊരു മണം വരും. അതുവരെ നമ്മൾ വറുത്തെടുക്കണം. അതായത് അവലോസ് പൊടി വറുക്കുന്നൊരു പരുവം ഉണ്ടല്ലോ, നിറം മാറി തുടങ്ങുന്ന അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ് നമ്മളിത് നിർത്തുന്നത്. അത്രയും വറുത്തെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിന് വറുത്തെടുക്കുന്ന അരിപ്പൊടിയൊക്കെ വറുത്തെടുക്കുന്നത് നല്ല പാകമായാൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഈ അരിപ്പൊടി വെച്ച് തയ്യാറാക്കുന്ന പിടി നമുക്ക് ഒരാഴ്ചയൊക്കെ പുറത്ത് വെക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കുന്നില്ല. അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ച് തന്നെ വറുത്തെടുത്താൽ നമുക്കതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. മൺകലങ്ങളിലേക്ക് പകർന്നു വെച്ചിട്ട് മൂടി കെട്ടി മാറ്റി വയ്ക്കും. എടുക്കുമ്പോൾ മാത്രമേ അത് തുറക്കത്തുള്ളൂ. പിന്നെ അത് എടുത്തങ്ങ് ഉപയോഗിച്ച് തീർക്കും. അങ്ങനെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്. കൂടുതൽ അളവ് തയ്യാറാക്കും. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അത് പൊടി വറുക്കുമ്പോൾ നമുക്കറിയാം, തരിമണൽ പോലെ ഇങ്ങനെ വിട്ട് പോരുന്നൊരു പരുവം വരെ നമ്മളിത് വറുത്തെടുക്കണം. നിറം മാറാൻ തുടങ്ങുന്നൊരു പരുവം ഉണ്ടല്ലോ, ആ പരുവം വരെ നമ്മളത് വറുത്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കിത് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ജീരകവും 2 കുടം വെളുത്തുള്ളി അല്ലിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരച്ച് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മസാല വെള്ളമാണ് കേട്ടോ. അരച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൂട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ പിടിക്കുള്ള മാവ് കുഴച്ചെടുക്കുന്നത്. ഇത് ഞാൻ ഒരല്പസമയം തിളപ്പിക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം 2 മിനിറ്റ് കൂടെ നമ്മൾ എക്സ്ട്രാ തിളപ്പിക്കുന്നുണ്ട്. അതായത് വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോയി മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇഷ്ടം ഉള്ളവർക്ക്, അതായത് പച്ചമണം കുഴപ്പമില്ല എന്നുള്ളവർക്ക് തിളച്ച് വരുന്ന വെള്ളം തന്നെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് തിളയ്ക്കുന്ന സമയത്തിന് നമ്മളിതിന് വേണ്ടിയിട്ടുള്ള കോഴി നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും നമ്മളിപ്പോൾ ചിക്കനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് മൂടി വെച്ച് ചിക്കൻ അവിടെ വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് പിടിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. നമ്മൾ മസാല വെള്ളം തിളപ്പിക്കാനായി വെച്ചിരുന്നല്ലോ, തിളച്ച വെള്ളമാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. തീ ഓഫ് ചെയ്യുന്നത് മാറ്റി വയ്ക്കുന്നൊന്നുമില്ല. വെള്ളം അടുപ്പത്തിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന അതേ വെള്ളം തന്നെയാണ് നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ എടുത്ത മസാല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമാണ് ആദ്യം വെച്ചിരുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഇത് ചേർത്ത് ഇളക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാക്കും.
ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടെ വെള്ളം തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അതായത് നമുക്ക് മാവ് കുഴച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ നമ്മൾ മസാല വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൈ വെച്ച് കുഴച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി നമ്മൾ തവി വെച്ച് തന്നെ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഞാനിവിടെ ഒരു തടിയുടെ തവിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തടിയുടെ ഒരു ചെറിയ ചട്ടുകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ തിളപ്പിക്കാനായി വെച്ചിരുന്നു. അത് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് മാവിൻ്റെ പാകം ഉണ്ടല്ലോ, അതായത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പാകം, ആ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നമ്മൾ തീ ഓഫ് ചെയ്യണില്ല കേട്ടോ. വെള്ളം അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം പാകമായി കഴിയുമ്പോൾ നമുക്ക് കൈവച്ച് തന്നെ ചൂടോടെ കൈവച്ച് തന്നെ കുഴയ്ക്കാൻ ശ്രദ്ധിക്കുക. അതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം. അതായത് പത്തിരിക്കൊക്കെ കുഴയ്ക്കുമ്പോൾ, നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുമ്പോൾ നല്ലതായിട്ട് തേച്ച് നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു പരുവം പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മാവും നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം. ഇതിൻ്റെ കുഴയ്ക്കൽ നന്നായിട്ട് പാകത്തിനായാലാണ് നമ്മൾ തയ്യാറാക്കുന്ന ഉരുളകൾ വെള്ളത്തിലേക്കിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാതിരിക്കുള്ളൂ, അലിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കൈവച്ച് തന്നെ ചൂടോടെ കുഴയ്ക്കാൻ ശ്രദ്ധിക്കുകയാണ്. കൈയൊന്നും വേണമെങ്കിൽ തണുത്ത വെള്ളത്തിൽ നനച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മാക്സിമം ചൂടോടെ തന്നെയാണ് കുഴയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നത് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള രീതി തന്നെയാണ്. ഇതിൽ നിന്നും എളുപ്പമുള്ള രീതിയിലൊക്കെ ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട്. അതായത് പാക്കറ്റിൽ വരുന്ന വറുത്ത പുട്ടുപൊടി കൊണ്ടൊക്കെ തന്നെ പിടി തയ്യാറാക്കാവുന്നതാണ്. ഇത് ഏറ്റവും ട്രഡീഷണൽ രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത്. അതായത് പലരോടും ചോദിച്ചാലും ഈ പണ്ട് കാരണവന്മാർ, അതായത് പ്രായമുള്ള ആളുകൾ ചെയ്തിരുന്ന രീതികളൊക്കെ മറന്നുപോയൊരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ അതേ രീതി തന്നെ, പണ്ട് അമ്മച്ചിയൊക്കെ ചെയ്തിരുന്ന അതേ രീതി തന്നെയാണ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉരുട്ടി ഒരു പോർഷൻ അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ചൂടോടെ തന്നെ ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. തേച്ച് ഉരുട്ടിയെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈ ആയി പോയാൽ നമുക്ക് തിളച്ച വെള്ളം ഒരല്പം തളിച്ച് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി അത് ഉരുളകളാക്കാനായിട്ട് മാറ്റി കൊടുക്കുകയാണ്. ബാക്കി പോർഷൻ ഒന്നുകൂടെ ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ട് തേച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഈ കുഴയ്ക്കൽ പാകമായില്ലെങ്കിൽ ഉരുളകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ, വേവിച്ചെടുക്കുമ്പോൾ കലങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് നമ്മളൊന്ന് എറിഞ്ഞു നോക്കുന്ന പാകത്തിൽ അതിൻ്റെ സൈഡൊന്നും പൊട്ടിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകം കറക്റ്റായി എന്നാണ്. ഇതുപോലെ തേച്ച് തന്നെയാണ്, ചൂടോടെ തന്നെ അത് തേച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ പാകം വരുന്നത്. അല്ലെങ്കിൽ അത് കുഴച്ചെടുക്കാനായിട്ട് അത്ര സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ കുഴച്ചെടുക്കാതെ ഇതുപോലെ നമ്മളൊന്ന് ഇട്ട് നോക്കുമ്പോൾ സൈഡൊന്നും പൊട്ടിപ്പോകാത്തൊരു പരുവം വരെ നമ്മളിത് കുഴച്ചെടുക്കണം. നമ്മുടെ ഉരുളകൾ ഏതാണ്ട് വലിയ ഉരുളകൾ കേട്ടോ, വലിയ ഉരുളകൾ നമുക്കിതിന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോർഷൻ എടുത്ത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. ഒരേ വണ്ണത്തിലുള്ള റോളുകളാക്കി ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ ഒരേ വലിപ്പത്തിന് ഉരുളകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടാവും. ഇതുപോലെ ഒരു പോർഷൻ ഇങ്ങനെ എടുത്താൽ നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബാക്കി പോർഷനെല്ലാം നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കാൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ഉരുളകൾ കലങ്ങി പോകാനും വലിയ ഉരുളകൾ വേവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കുക. ഇത് കണ്ടോ, ഇതുപോലെ നെറിഞ്ഞ് നോക്കുമ്പോൾ സൈഡ് പൊട്ടിപ്പോകാതെ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് കേട്ടോ, നമ്മുടെ കുഴയ്ക്കലൊക്കെ കറക്റ്റ് ആയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉരുളകളെല്ലാം ബാക്കി ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അതൊരു സൈഡിൽ ഉരുളകൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ വറുത്തരയ്ക്ക് വേണ്ടുന്ന തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് തിരുവിയ തേങ്ങ ഞാനൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലോ ടു മീഡിയം ഹീറ്റിൽ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം.
തേങ്ങ വേണമെങ്കിൽ മിക്സിയിലെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം വറുക്കാവുന്നതാണ്. അപ്പോൾ ഒരേ പരുവത്തിനിരിക്കും. നമ്മൾ തേങ്ങ വറുക്കുന്ന കൂടെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 കൊച്ചുള്ളിയും 10-12 വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ തേങ്ങയുടെ കൂടെ നമ്മൾ വറുത്തെടുക്കുകയാണ്. അതും കൂടെ നമ്മൾ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നിറം ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് തേങ്ങയിലെ വെള്ളമൊക്കെ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മുഴുവൻ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഒരു തക്കോലം, ജാതിപത്രി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് ആ മസാലയുടെയൊക്കെ മൂത്തൊരു മണമൊക്കെ വരും. അതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അധികം എരിവില്ലാത്ത പാകത്തിനാണ് ഞാനിവിടെ എടുക്കുന്നത്. മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഏതാണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ചുമക്ക തന്നെ ഇത് വറുത്തെടുക്കാം. പൊടിയൊന്നും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ചിക്കനിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5-8 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഏകദേശം 8 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. 8 മുതൽ 10 വരെ കപ്പ് വെള്ളം വെക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരുന്ന ഉരുളകൾ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഉരുളകളെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തവിയൊന്നും വെച്ച് നമ്മളിത് ഇളക്കില്ല. ജസ്റ്റ് മീൻ ചട്ടി ഒന്ന് കറക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കറക്കി എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിലധികമായിട്ട് നമ്മൾ വെച്ച വെള്ളം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഇതുപോലെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഞാൻ വെച്ചതിൽ ഒരല്പം കൂടിപ്പോയിട്ടുണ്ട്. അതായത് ഉരുളകൾക്ക് നികക്ക വെള്ളം മതി, ഇതിൽ കൂടുതൽ വെള്ളം വേണ്ട. അപ്പോൾ ഏകദേശം ഇതായി കഴിഞ്ഞു. ഞാൻ കുറച്ചെടുത്ത് വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിള വരുന്നവരെ നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. മൂടി വെച്ച് അല്ല നമ്മളിത് ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നത്. വേണമെങ്കിൽ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ തിള വന്നതിന് ശേഷം ഞാൻ മൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോളം നമുക്കിങ്ങനെ മീഡിയം ചൂടിൽ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഏകദേശം നമ്മുടെ ഉരുളകളൊക്കെ പകുതിയിലധികം ഒന്ന് വെന്തിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്കിതുപോലൊരു തടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചട്ടുകമോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഉരുളകൾ കലങ്ങി പോകാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ബാക്കിയും കൂടെ വെന്ത് കുറുകി വന്നോട്ടെ, ആവശ്യത്തിന് വെള്ളം വറ്റി വന്നോട്ടെ. വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പിടി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് കയ്യോടെ തന്നെ നമ്മൾ മാറ്റി നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ, എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ മൺകലത്തിലേക്ക് മാറ്റി വെച്ചാൽ തണുത്തതിന് ശേഷം തുണി വെച്ച് മൂടിക്കെട്ടാം. അങ്ങനെയാണത് മുൻകാലങ്ങളിൽ വെച്ചിരുന്നത്. നമ്മുടെ ചിക്കൻ കറിയും ഒരടുപ്പത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വറുത്തരച്ച ഗ്രേവി കൂടെ നമ്മൾ വറുത്തരച്ച അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. പാകത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്ത് താളിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ, കടുക്, കൊച്ചുള്ളി, വത്തലമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് താളിച്ചെടുത്തതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ നമുക്ക് പിടിയും വറുത്തരച്ച കോഴിക്കറിയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം.